നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിൽ അർബുദം ബാധിക്കുന്നവരുടെ എണ്ണം വളരെ കൂടി വരികയാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ ബാധിക്കുന്ന ക്യാൻസറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ബ്രസ്റ്റ് ആൻഡ് ഗൈനിക് ഓൺകോളജിസ്റ്റായ ഡോക്ടർ മിഷേൽ ആൻ്റണിയാണ്. ഡോക്ടർ, സ്വാഗതം. സ്ത്രീകളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണ്? സ്ത്രീകളിലെ ക്യാൻസേഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ, യൂട്രസിലെ ക്യാൻസർ, സെർവിക്സ് യൂട്രസിന് താഴത്തെ ഭാഗത്തിൽ ആ പാർട്ട് സെർവൈക്കൽ ക്യാൻസേഴ്സ്, ഇതൊക്കെയാണ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ക്യാൻസേഴ്സ് എന്ന് പറയുന്നത്. ബട്ട് അലോങ് വിത്ത് ദാറ്റ് ബാക്കി ക്യാൻസേഴ്സ് ലൈക്ക് ഓവറി, അണ്ടാശയത്തിലെ ക്യാൻസർ, പിന്നെ നമ്മുടെ ട്യൂബിലെ ക്യാൻസർ, ഫെലോപ്പിയൻ ട്യൂബ്, കുറച്ച് റെയർ ആണെങ്കിലും ഇതൊക്കെയാണ് ജനറലി ഫീമെയിൽസിനെ എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ ലോവർ പാർട്ട് ഓഫ് ദ ജെനിറ്റൽ ഓർഗൻ ലൈക്ക് വൾവൽ ക്യാൻസർ, വജൈനൽ ക്യാൻസർ, വെരി റെയർ ബട്ട് ക്യാൻ ഒക്കെ. ഇതിൻ്റെ കൂടെ വി ക്യാൻ സേ ഫീമെയിൽസ് ആണെങ്കിൽ സ്കിൻ ക്യാൻസേഴ്സ്, ലങ്സ്, ബാക്കി എനി ഓർഗൻ, കുടലിലെ ക്യാൻസർ, ഇതെല്ലാം ക്യാൻ ബി അഫക്റ്റഡ്. അവർക്ക് ഓൾ ദീസ് ക്യാൻ ഒക്കെ. ബട്ട് മോസ്റ്റ് കോമൺലി ഫീമെയിൽസ് റിലേറ്റഡ് ക്യാൻസേഴ്സ് ബ്രസ്റ്റ് ക്യാൻസർ, സെർവൈക്കൽ ക്യാൻസർ, യൂട്രൈൻ ക്യാൻസേഴ്സ്, അതൊക്കെയാണ് കൂടുതൽ കാണുന്നത് ഫോർ ഫീമെയിൽസ്. ബ്രസ്റ്റ് ക്യാൻസർ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നു എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ? ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് മുഴ. ഒരു മുഴയുണ്ടെങ്കിൽ പുതിയതായിട്ട് വന്ന മുഴ, അത് നേരത്തെ ഇല്ലാത്തൊരു മുഴ ഇപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒബ്വിയസ്ലി അവർ മനസ്സിലുടനെ ഓക്കെ എന്തോ പ്രശ്നമുണ്ട്. സോ മോസ്റ്റ് കോമൺ തിങ് ഇസ് ഒരു മുഴ വരുമ്പോൾ. പിന്നെ ബ്രസ്റ്റിൻ്റെ നിപ്പിളിൻ്റെ പാർട്ടിൽ കുറച്ച് ബ്ലീഡിങ് അല്ലെങ്കിൽ ഒരു അബ്നോർമൽ ഡിസ്ചാർജ്, എവറിത്തിങ് ഇസ് ഒരു അബ്നോർമൽ. യൂഷ്വലി നമ്മൾ കാണുന്നതല്ലാതെ ഒരു പുതിയതായിട്ടൊരു ഫൈൻഡിങ്, ഇപ്പോൾ ഒരു ന്യൂസ് ഓൺസെറ്റ് ഒരു ഡിസ്ചാർജ് വന്നു, അല്ലെങ്കിൽ ആ നിപ്പിളിൻ്റെ അവിടെ നിന്ന് ബ്ലീഡിങ്, മുഴ വന്നു. പിന്നെ ഈ നിപ്പിൾ കുറച്ച് അകത്തോട്ട്, തന്നെ നിപ്പിൾ ഇൻവേർഷൻ എന്ന് പറയുന്നത്, അകത്തോട്ട് പോവുകയാണ്, വലിഞ്ഞു പോകുന്ന നിപ്പിൾ ഇൻവേർഷൻ എന്ന് പറയുന്നത്. പിന്നെ ആ ബ്രസ്റ്റിൻ്റെ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഒരു മോട്ടലിംഗ് അപ്പിയറൻസ്, സ്കിന്നിൻ്റെ ഒരു നോർമൽ അല്ലാത്തൊരു അപ്പിയറൻസ് ഓൺ ദ സ്കിൻ. ഇതൊക്കെയാണ് ബ്രസ്റ്റിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ സൈസ് കൂടാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ആ മുഴ വന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഫ്ലൂയിഡ് വാട്ടർ അക്യുമുലേഷൻ ജനറലി അതും വരുന്നുണ്ട്. ദീസ് ആർ മോസ്റ്റ് കോമൺ ബ്രസ്റ്റിൽ വരുന്ന പേഷ്യൻറ്റിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന സിംറ്റംസ് ആണ് ഈ കാര്യങ്ങളൊക്കെ. ഈ ഒരു ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡോക്ടറെ സമീപിക്കുമ്പോൾ എന്തായിരിക്കും അടുത്തൊരു സ്റ്റെപ്പ്, അടുത്ത ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എന്തായിരിക്കും? ഓക്കെ, ഇപ്പം ബ്രസ്റ്റിലൊരു മുഴ വന്നെന്ന് വെച്ചാൽ ഡസൻ മീൻ അത് ക്യാൻസർ ആണ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഇസ് നമുക്ക് വി ഹാവ് ടു കൺഫേം എന്താ ഇത്, വാട്ട് ഇസ് ദിസ്. നമ്മളിപ്പോൾ ഒരു ക്യാൻസറസ് ലീഷൻ ആണോ, അത് ഒരു കാരണം വെച്ചാൽ കുറച്ച് നോർമൽ ബിനൈൻ ലീഷൻ വെച്ചാൽ നോൺ ക്യാൻസറസ് ലീഷനും ആകാം. അപ്പോൾ ആദ്യം അത് കൺഫേം ചെയ്യാം. സോ കൺഫേമിങ് കുറച്ച് ടെസ്റ്റ് ഫസ്റ്റ് തിങ്. അപ്പോൾ ജനറലി ഇപ്പോൾ ഒരു 40-year-old ലേഡിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത് ചിലപ്പോൾ ഒരു പുതിയ ലീഷൻ ബ്രസ്റ്റിൽ. അപ്പോൾ അവർക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന മാമോഗ്രാം, എസ്പെഷ്യലി ഒരു ഡിജിറ്റൽ മാമോഗ്രാം ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. അപ്പോൾ നമുക്ക് ആ ബ്രസ്റ്റിനെ കംപ്ലീറ്റ്ലി ഡിജിറ്റലി വി ക്യാൻ വിഷ്വലൈസ് ദ ബ്രസ്റ്റ്. അതിനകത്ത് എന്തെങ്കിലും മുഴയുണ്ടോ, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടെസ്റ്റ്, ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ഓഫ് ദ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മാമോഗ്രാം, ഡിജിറ്റൽ മാമോഗ്രാം ചെയ്തിട്ടായിരിക്കും ഫർദർ നമ്മളൊരു വർക്കപ്പ് പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ആ ബേസ്ഡ് ഓൺ ദ മാമോഗ്രാം ഫൈൻഡിങ്സ് അത് വെച്ചിട്ട് നമുക്ക് ആ ബ്രസ്റ്റിൻ്റെ ലീഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിട്ട് വേണം നമുക്ക് ആ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. സോ മോസ്റ്റ് ലൈക്ലി ഇപ്പോൾ സർജിക്കൽ ലൈൻ ഓഫ് മാനേജ്മെൻറ്റ് ആണ്, സർജറി ആണ് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ ആ സർജറിയെ പറ്റി നമ്മൾ കൂടുതൽ പേഷ്യൻസിനോട് ഡിസ്കസ് ചെയ്യണം. ചിലപ്പോൾ സർജറിക്ക് മുമ്പ് നമ്മൾ ബ്രസ്റ്റിലെ ലീഷൻസ് ഒന്ന് ബയോപ്സി, അതറിയാൻ വേണ്ടി എന്താ സംഭവം, ഇത് നോർമൽ ആണോ ഇല്ലയോ, ചിലപ്പോൾ നേരത്തെ ബയോപ്സി ചെയ്യും. അത് ആ ലീഷൻ്റെ സൈസും അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ബയോപ്സി ചെയ്യുന്നത്. ഇപ്പോൾ ന്യൂവർ ടെക്നോളജീസ് എന്ന് പറയുമ്പോൾ ബ്രസ്റ്റിൽ ഇപ്പം നമ്മളിപ്പോൾ എയിം ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ദർ ഇസ് എ പ്രോബ്ലം ബ്രസ്റ്റ് ക്യാൻസർ, പക്ഷേ അത് സ്വയം നമ്മൾ തന്നെ ബ്രസ്റ്റ് ചെയ്യുക, ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അത് ചെയ്ത് ഈ മുഴ വരുന്നതിന് മുമ്പ്, ദാറ്റ് ഈസ് ഈവൻ ആ ഒരു അബ്നോർമാലിറ്റി ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം ബ്രസ്റ്റിൽ എന്തെങ്കിലും ചെയ്യും. കാരണം ഒരു മുഴ വരുന്നതിന് ഒരു 10 years ബിഫോർ തന്നെ നമ്മൾ ആ സട്ടിൽ ചേഞ്ചസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് കണ്ടുപിടിച്ചിട്ട് നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ. ഇപ്പോൾ മാമോഗ്രാമിലും ഈ മൈക്രോ കാൽസിഫിക്കേഷൻ വെച്ചാൽ കുറച്ച് കാൽസ്യം ഡെപ്പോസിറ്റ്സ് കാണുവാണെങ്കിൽ ഒരു ചെറിയ ലൈനിൽ ലീനിയർ കാൽസിഫിക്കേഷൻസ്, അങ്ങനെ എന്തെങ്കിലും കാൽസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ സസ്പീഷ്യസ് ഓഫ് സം പ്രോബ്ലം. അപ്പോൾ അത് അല്ലെങ്കിൽ പിന്നെ ആ ബ്രസ്റ്റിൻ്റെ ഒരു ആർക്കിടെക്ചർ തന്നെ, ആ ബ്രസ്റ്റിൻ്റെ ഒരു നോർമൽ അനാറ്റമിന്ന് ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് ആ ബ്രസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേ ബ്രസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ something different is happening. അതായിരിക്കും ബേസിക്കലി നമ്മൾ അറിയുന്നത്. ഇപ്പോൾ ഇഫ് ഇറ്റ്സ് എ ട്രെയിൻഡ്
പേഴ്സൺ ഹൂ ഇസ് ഡീലിംഗ് എസ്പെഷ്യലി ബ്രസ്റ്റിൽ ഡീൽ ചെയ്യുന്ന ആളാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഈ മൈനർ ഡിഫറൻസസ് വരുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് നോർമൽ. അപ്പോൾ നമ്മളതൊന്ന് ബയോപ്സി, ഇപ്പോൾ ബയോപ്സി ചെയ്യുമ്പോൾ ഈ സ്മോൾ ചെറിയ ചെറിയ ലീഷൻസ് ആയിരിക്കും നമ്മൾ ബയോപ്സി ചെയ്യുന്നത്. അപ്പോൾ ഒരു 1 millimeter അല്ലെങ്കിൽ ഒരു 2 millimeter, അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ലീഷൻസ് ബയോപ്സി ചെയ്യാൻ തന്നെ നമുക്ക് വി ഹാവ് ഓൾ ദ ഡിഫറെൻറ്റ് ടെക്നിക്സ്. ലൈക്ക് ഇപ്പം വാബ് എന്ന് പറഞ്ഞൊരു പുതിയ ടെക്നിക്ക് നമുക്കുണ്ട്, വാക്യൂം അസിസ്റ്റഡ് ബയോപ്സി. അപ്പോൾ ആ വേറെ വലിയ സർജറി ഒന്നുമില്ലാതെ ചെറിയൊരു വെരി സ്മോൾ ജസ്റ്റ് ഒരു നീഡിൽ പ്രിക്ക് കുറച്ച് അതിനേക്കാളും കുറച്ച് വലിയ ഇൻസിഷൻ ഇട്ടിട്ട് നമുക്ക് ആ ടിഷ്യൂനെ എടുത്ത് ബയോപ്സി ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും എന്താ അത് ക്യാൻസർ ആണോ. അപ്പോൾ ക്യാൻസർ ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വെരി ചെറിയ 1 millimeter ലീഷൻ ആയതുകൊണ്ട് ഇത് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഓഫർ ചെയ്യുമ്പോൾ തന്നെ ഇറ്റ് ഇസ് വെരി മച്ച് ലിമിറ്റഡ്. അത്രയും വലിയ അഗ്രസീവ് ട്രീറ്റ്മെൻറ്റ് ലൈക്ക് ബ്രസ്റ്റിനെ റിമൂവ് ചെയ്യുക അങ്ങനത്തെ ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ ചെറിയ ലെവൽ ഓഫ് ടിഷ്യൂ മാറ്റുക. അപ്പോൾ ദാറ്റ് പേഷ്യൻറ്റ് ഇസ് ബേസിക്കലി ഒരു വെരി ഏർലി സ്റ്റേജ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ ആൻഡ് ആ ക്യൂർ ഇസ് ഓൾസോ വെരി മച്ച് ഡൺ. ബ്രസ്റ്റിനെ എടുക്കുന്നില്ല. സോ സൈക്കോളജിക്കലി ഭയങ്കരമായിട്ട് പേഷ്യൻസ് ആർ വെരി ഹാപ്പി കാരണം ദിയർ ബ്രസ്റ്റ് ഇസ് സ്റ്റിൽ ദെയർ. പിന്നെ ബാക്കി ലെവൽസ് ഓഫ് കെയർ നമ്മൾ പറയുന്നുണ്ട്, യു ഗോ ഫോർ ദി അതർ മൊഡാലിറ്റീസ് ലൈക്ക് കീമോതെറാപ്പി, റേഡിയേഷൻ, അതൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ക്യൂർ റേറ്റ്, സർവൈവൽ റേറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാമോഗ്രാം ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇപ്പോൾ ലക്ഷണങ്ങളും ഒന്നുമില്ല, എന്നാൽ ഇത് നേരത്തെ നിർണ്ണയിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് എത്ര നാളുകൾക്ക് ശേഷമാണ് അടുത്ത മാമോഗ്രാം ചെയ്യേണ്ടത്? ദാറ്റ്സ് എ വെരി കോമൺ ക്വസ്റ്റ്യൻ. കാരണം ഐഡിയലി എവറി ഇയർ ഒരാൾ മാമോഗ്രാം ചെയ്യുവാണെങ്കിലാണ് നല്ലത്. കാരണം ഒരു മാമോഗ്രാം നോർമൽ ആണെങ്കിൽ നെക്സ്റ്റ് ഇയർ മാമോഗ്രാം നോർമലാണ് നിർബന്ധമില്ല. ഈ സട്ടിൽ ചേഞ്ചസ് നമ്മൾ പ്രോഗ്രസീവായിട്ടായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ എവറി ഇയർ അവർക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 2 years, ദാറ്റ് ഈസ് ഓൾട്ടർനേറ്റ് ഇയേഴ്സ്. ഇപ്പോൾ ഈ വർഷം കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഇയർ ആഫ്റ്റർ അത് കഴിഞ്ഞിട്ട് വന്ന് ഒരു മാമോഗ്രാം ചെയ്യുക. അങ്ങനെ സീരിയലായിട്ടൊന്ന് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ലീഷൻസ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എസ്പെഷ്യലി ആ ഡിഫറൻസ് ഇൻ ദറ്റ് മാമോഗ്രാം. ഇപ്പോൾ ലീഷൻ ഇല്ലെങ്കിലും മറ്റ് പ്രീവിയസ് മാമോഗ്രാമും ഇപ്പോഴത്തെ മാമോഗ്രാം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസങ്ങൾ കാണുമ്പോഴാണ് ദറ്റ് ഏർലി ഒരു സ്റ്റേജ് 0 ടൈപ്പ് ഓഫ് ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ മുഴയായില്ല ആൻഡ് ഇറ്റ് ഇസ് പ്രീ ക്യാൻസറസ് ബേസിക്കലി. ലൈക്ക് ഡക്ടൽ കാർസിനോമ ഇൻ സിറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെർമിനോളജി എന്ന് വേണമെങ്കിൽ പറയാം. ഇൻസിറ്റു എന്ന് വെച്ചാൽ ക്യാൻസർ ആയിട്ടില്ല, ക്യാൻസർ ആകുന്ന അതിനേക്കാളും മുമ്പുള്ള സ്റ്റേജസ് ആണ് നമ്മളിപ്പം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുന്നത്. അതാ ഇപ്പം മെജോറിറ്റി ഓഫ് അവർ കേസസ് ഇപ്പോൾ ആ ഒരു DCS എന്ന് പറഞ്ഞൊരു സ്റ്റേജിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഡോക്ടറെ, നമുക്കൊരു കോളുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. എവിടെന്നാ വിളിക്കുന്നത്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ പറഞ്ഞോളൂ. ഹലോ പറയൂ. മാഡം, എനിക്കിപ്പോ 21 വയസ്സുണ്ട്. അപ്പോ ഈ എന്റെ ബ്രസ്റ്റിന് ഇച്ചിരി സൈസ് ഇച്ചിരി വലുതായിട്ട് തോന്നുന്നു. ഓക്കെ. അപ്പോ അത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ആണോ എന്ന് എനിക്കിങ്ങനെ ഒരു പേടി പോലെ. അപ്പൊ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ബ്രസ്റ്റ് ജസ്റ്റ് ലൈക്ക് ഇപ്പം ബോത്ത് സൈഡ്സ് ഓഫ് നമ്മുടെ ബോഡി കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ കാണും. ബ്രസ്റ്റിന്റെ സൈസും അതേപോലെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രസ്റ്റ് കുറച്ച് ചെറിയ സൈസ് ഡിഫറൻസ് ഉണ്ടാവും. ഒബ്വിയസ് ആയിട്ട് എന്തോ ഒരു വ്യത്യാസം തോന്നുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ചെക്കപ്പ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ യു ക്യാൻ മീറ്റ് യുവർ ഡോക്ടറെ മീറ്റ് ചെയ്തിട്ട് ഒരു എക്സാമിനേഷൻ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഗ്രോസ്ലി ഒന്നും ഇല്ല, പ്രോബ്ലം ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് റിയഷ്യൂർ ചെയ്യാം, പ്രോബ്ലം ഇല്ല, ജസ്റ്റ് കീപ്പ് ഓൺ ഫോളോ അപ്പ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ കുറച്ച് സെൽഫ് എക്സാമിനേഷൻ്റെ ടെക്നിക്സ് ഒക്കെ പറഞ്ഞു തരാനും പറ്റും അബൌട്ട് ദാറ്റ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്താണ്? സർജറി തന്നെയായിരിക്കുമോ? ട്രീറ്റ്മെൻറ്റ് പറയുമ്പോൾ സർജിക്കൽ മാനേജ്മെൻ്റ് ഉണ്ട്, മെഡിക്കൽ ലൈൻ, കീമോതെറാപ്പി ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. ഈ 3 മൊഡാലിറ്റിയാണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ക്യാൻസർ. പിന്നെ അടുത്ത് വരുന്ന ഇമ്മ്യൂണോതെറാപ്പിയോ ടാർജറ്റഡ് തെറാപ്പി എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ യൂഷ്വലി ഇപ്പം ഒന്ന് നമ്മളൊരു അവയർനെസ്, ഇപ്പം അൺലൈക്ക് വെസ്റ്റേൺ കൺട്രീസ് അത്രയും നമ്മൾ ഏർലി ഡിറ്റക്ഷൻ ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഓൾമോസ്റ്റ് ഒരു 50% ഓഫ് ബ്രസ്റ്റ് ക്യാൻസേഴ്സ് ഇപ്പോൾ നമുക്ക് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നു. സ്റ്റേജ് 1, സ്റ്റേജ് 2. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സ്റ്റേജ് 0 ക്യാൻസർ ആയിട്ടില്ല. അപ്പോൾ ആ ലെവലിലാണ് നമ്മളിപ്പോൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ഓഫർ ചെയ്യുമ്പോൾ സർജറി ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ ഫസ്റ്റ് ലൈൻ, അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആൻഡ് സർജറി ഇപ്പോൾ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് നമുക്ക് സർജറി ഏർലി സ്റ്റേജിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ സർജറി ഇപ്പോൾ ബ്രസ്റ്റ് കുറച്ച് അഡ്വാൻസ് സ്റ്റേജൊക്കെ ആകുമ്പോൾ ഫുൾ നമ്മൾ ബ്രസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഏർലി സ്റ്റേജ് ആകുമ്പോൾ ജസ്റ്റ് ആ ബ്രസ്റ്റിൻ്റെ ആ ഒരു ട്യൂമർ ടിഷ്യൂവും കുറച്ച് നോർമൽ ടിഷ്യൂവും കൂടെ എടുക്കുമ്പോൾ നമ്മൾ സർജിക്കലി നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റും. ബ്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് എടുക്കാൻ പറ്റും. ബ്രസ്റ്റ് നമുക്ക് മാറ്റേണ്ട കാര്യമില്ല. ആൻഡ് ഓൾസോ പണ്ടൊക്കെ ചെയ്യുന്ന പോലെ നമ്മൾ ഈ കശത്തിലെ ആ ഏരിയ, ആ ഫാറ്റി ടിഷ്യൂസ് അത് കംപ്ലീറ്റ്ലി എടുക്കുമായിരുന്നു. അപ്പോൾ അതെടുക്കുമ്പോൾ ബേസിക്കലി ട്രീറ്റ്മെൻറ്റ് ഇസ് വൺ പാർട്ട് ഓഫ് ഇറ്റ്. ബട്ട് അതിൻ്റെ ഒരു പ്രോബ്ലംസ് ഉണ്ടെന്ന് വെച്ചാൽ കയ്യിൽ നീര് ആകും. കാരണം ഇവിടുത്തെ ആ ലിംഫ് ഫ്ലോ ആണ് നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്യുന്നത്.
അപ്പോൾ കുറേ വർഷം കഴിയുമ്പോൾ അവരുടെ കൈയൊക്കെ ഭയങ്കര നീരൊക്കെ വെക്കും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ഫ്യൂ നോട്ട്സ് ആ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇൻവോൾവ് ചെയ്ത നോട്ട്സ് മാത്രം നമുക്ക് എടുത്ത് അതിനെ അസസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. അപ്പോൾ പോസിറ്റീവ് നോട്ട്സ് ആണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഫർദർ നമ്മൾ മാനേജ് ചെയ്യും. നെഗറ്റീവ് നോട്ട്സ് ആണെങ്കിൽ ആ ഫുൾ നോട്ട്സ് എടുക്കേണ്ട കാര്യമില്ല. ആ ഫുൾ ആക്സില വെറുതെ നമ്മളത് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പേഷ്യൻ്റ് ഇസ് ബെനിഫിറ്റ് സിംറ്റംസ് അല്ല സർജറി വൈസ് അതിനുള്ള കോംപ്ലിക്കേഷൻസ് ഭയങ്കരമായിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സൈക്കോളജിക്കലി ഓൾസോ പേഷ്യൻ്റ് ഇസ് മച്ച് ബെറ്റർ. പേഷ്യൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇപ്പോൾ ഓവർ ദ ഇയേഴ്സ് അവരിങ്ങനെ പണ്ടൊക്കെ ഒരു ക്യാൻസർ വരുമ്പോൾ അധികം നാൾ ആൾക്കാർ ജീവിക്കാറില്ല. അപ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് വാസ് നെവർ ഒരു ഇഷ്യൂ അല്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ദേ ആർ ലിവിങ് ഫോർ 5 years 10 years ആൻഡ് മോർ ദാൻ ദാറ്റ്. ഇൻ ഫാക്ട് ബ്രസ്റ്റ് ഒക്കെ ആകുമ്പോൾ 15 years ആൻഡ് ഓൾ വി ഹാവ് ഗോട്ട് പേഷ്യൻസ്. അപ്പോൾ ആ പോയിന്റിൽ ക്വാളിറ്റി ഓഫ് ലൈഫിലാണ് നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എംഫസിസ് കൊടുക്കേണ്ടത്. ദേ ഹാവ് ടു ഹാവ് എ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. എല്ലാ ട്രീറ്റ്മെൻറ്റ് സർജറി കീമോ എല്ലാം കൊടുത്തിട്ട് ഇഫ് ദേ ആർ ഗോയിങ് ടു ബി ക്വൈറ്റ് മിസറബിൾ പിന്നെ ഒരു പോയിന്റ് ഇല്ല. ഹലോ, ഡോക്ടറിലേക്ക് സ്വാഗതം. അറിയുന്ന വിളിക്കാണ് ശാന്തകുമാരി. 4 വർഷമായി ഇടത് സൈഡിലെ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത്. പിന്നെ ഇപ്പൊ എനിക്ക് കാല് വിരലെല്ലാം മടങ്ങിയിരിക്കുന്നു, കാല് ശരിക്കും നൂരണില്ല. അപ്പം വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള സന്തോഷത്തിലായിരുന്നു ഞാൻ. ഇപ്പൊ ഈ കാലിന്റെ വിരല് മടങ്ങിയിരിക്കുന്നത് കൊണ്ട് കാല് വേദനയുണ്ട്. പിന്നെ സ്കാനില് കഴുത്തിന്റെ ഭാഗത്തും ഇടുപ്പിന്റെ ഭാഗത്തുമായിട്ട് 2 ചെറിയ മുഴ പോലെ കാണണം. പിന്നെ അതിപ്പോ എന്താണെന്നുള്ളത് എത്ര നാളായി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട്? 14 മേയിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ഓൾമോസ്റ്റ് 4 വർഷം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? 4 വർഷം. ഈ ബുദ്ധിമുട്ട് ഇപ്പൊ പുതിയതായിട്ടാണ് ഇപ്പൊ തുടങ്ങിയത്? നേരത്തെ പുതിയതായിട്ട് അപ്പൊ എല്ലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എല്ലില് പ്രശ്നമുണ്ട്. അതും ചെയ്തു. അത് ഞരമ്പ് സ്കാൻ ചെയ്തു, നോക്കി. ഞരമ്പ് സ്കാൻ ചെയ്തു, ബ്ലഡ് നോക്കി, അങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നു. ഇപ്പൊ അതൊരു മനസ്സിന് പ്രയാസം. ഇതുവരെ ഒരു പ്രശ്നവും ഇല്ലാതെ പോയതല്ലേ. ഇപ്പൊ ഈ കാലിങ്ങനെ വന്നത് കൊണ്ട് എത്ര വയസ്സാണ്? പ്രായം എത്രയായി? 68. ഓ, അപ്പം നമുക്ക് ചിലപ്പോൾ ഏജ് റിലേറ്റഡ് ചേഞ്ചസും ആകാം ഇതിനകത്ത്. അതായിരിക്കും ഇപ്പൊ ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ട് നോക്കാൻ പറഞ്ഞ. അപ്പൊ അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുമായിരിക്കും ഇതെന്താ സ്പെസിഫിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതോ ജസ്റ്റ് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതിയോ എന്നുള്ള കാര്യം. ഓക്കെ, അതുപോലെ തന്നെ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്നതാണ് ഗർഭാശയ ക്യാൻസർ അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസർ. യൂട്രൈൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? യൂട്രൈൻ ക്യാൻസറിൻ്റെ സിംറ്റംസ് അബ്നോർമൽ ബ്ലീഡിംഗ് ആണ്. നമ്മൾ നോർമൽ മെൻസ്ട്രൽ സൈക്കിൾസ് കുറച്ച് അബ്നോർമൽ ആകുമ്പോഴാണ് ഹെവി ബ്ലീഡിങ് വരുന്നത്. അതോ അല്ലെങ്കിൽ പിന്നെ നോർമലി നമ്മൾ വൺസ് എവറി മന്ത് ആണല്ലോ നമുക്ക് പീരിയഡ്സ് മെൻസസ് വരുന്നത്. ഇപ്പോൾ കുറച്ച് ഫ്രീക്വൻ്റ്ലി ഇപ്പോൾ ട്വൈസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ 21 days കഴിഞ്ഞിട്ട് അടുത്ത പീരിയഡ്സ് വരുന്ന ഫ്ലോ ഭയങ്കര ഹെവിയാണ്. പിന്നെ ഈ ഫ്ലോ ഹെവി ചിലവർ പറയും ക്ലോട്ട്സ് എന്ന് വെച്ചാൽ കട്ടകട്ടായിട്ടാണ് പോകുന്നത്. പിന്നെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പാഡിൻ്റെ നമ്പർ ഇതൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് ബ്ലീഡിങ് ഹെവി ആണോ ഇല്ലയോ. അപ്പോൾ അവർ തന്നെ പറയാം യൂഷ്വലി ഞാൻ 3-4 പാഡ്സ് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ അതിനേക്കാളും കൂടുതൽ യൂസ് ചെയ്യും. ദറ്റ് മീൻസ് ആ ബ്ലീഡിങ് ഇസ് ഹെവി. അപ്പോൾ ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിംറ്റം. അത് കമ്പാരിറ്റീവ്ലി ഏർലിയർ ടൈം. ലേറ്റസ്റ്റ് സിംറ്റംസ് അബ്ഡോമിനൽ ഡിസ്റ്റൻസ്, അതൊക്കെ ദാറ്റ്സ് വെരി ലേറ്റ് സ്റ്റേജ്. അതിന് മുമ്പ് പേഷ്യൻസ് നമ്മളടുത്ത് വരും വിത്ത് ഈ ബ്ലീഡിങ് സിംറ്റംസ് ആയിട്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, ഞാൻ പെരുമ്പാവൂർ മോഹനാണ്. ഹലോ മോഹൻ, പറയൂ. എന്റെ സഹോദരിക്ക് വേണ്ടി വിളിക്കാം. ഞാൻ 2 മാസം മുമ്പ് ഒരു ചെറിയ വളർച്ചാണ്ടേ ബ്രസ്റ്റില് ഡോക്ടറെ കാണിച്ചിരുന്നു. അപ്പൊ അവര് അത് ഓപ്പറേഷൻ ചെയ്ത് എടുത്തു കളഞ്ഞു. ആരെങ്കിലും ഒരുപ്പുണ്ടായിരുന്നു. പക്ഷെ അത് ടെസ്റ്റ് ചെയ്തിട്ട് അതില് ഒന്നും അവർക്ക് ഇങ്ങനെ ക്യാൻസർ ആണെന്ന് പറയാൻ സാധിക്കുന്നില്ല. പറഞ്ഞില്ല, പല ടെസ്റ്റുകൾ നടത്തി. അപ്പൊ കീമോയൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് പോകാനാ പറഞ്ഞിരിക്കണം. ഇങ്ങനെ ഇപ്പൊ കുത്തി എടുത്തോണ്ടിരിക്കുക. അപ്പൊ ആ ചെയ്ത പ്രദേശത്ത് നിന്ന് കുത്തി എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇന്നലെ ലാസ്റ്റ് ചെയ്തു. വെള്ളം കുറവാണ്. എന്ത് കുത്തിയെടുത്തെന്ന് പറയുന്നു? വെള്ളം ഓപ്പറേഷൻ ചെയ്ത ഭാഗമല്ലേ, അവിടെ നിന്ന് ഇങ്ങനെ സിറിഞ്ചിൽ കുത്തി എടുക്കുന്നുണ്ട്. ദ്രാവകം പോലെ. സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2 മാസമായി. ക്യാൻസർ അല്ലെന്നല്ലേ പറഞ്ഞത്? ക്യാൻസറിനെ പറ്റി കാണാനൊന്നും അറിയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ബ്രസ്റ്റില് എല്ലാ മുഴകൾ ക്യാൻസർ ആണ് നിർബന്ധമില്ലല്ലോ.
അപ്പോൾ നമുക്ക് ബിനൈൻ ലീഷൻസ് ഉണ്ടാവും. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ആ സൈറ്റിൽ ചിലപ്പോൾ കുറച്ച് ഫ്ലൂയിഡ് അങ്ങനെ വരും. അതൊന്ന് ഹീലാകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇത് കുത്തിയെടുക്കുന്നതായിരിക്കാം. പിന്നെ ഫർദർ ലെവൽ ഓഫ് ട്രീറ്റ്മെൻ്റ് ഒന്നും അഡ്വൈസ് ചെയ്തില്ല, ഫോളോ അപ്പ് ആ രീതിയിൽ അഡ്വൈസ് ചെയ്തില്ലെങ്കിൽ വെരി അൺലൈക്ലി അതൊരു ക്യാൻസറിൻ്റെ പ്രോബ്ലമാണ് ഡീൽ ചെയ്യുന്നത്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഇനിയൊരു ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളർ കൂടിയുണ്ട്. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഞാൻ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചതായിരുന്നു സാർ. പറഞ്ഞോളൂ. ഈ മയോമെട്രിയൻസിന് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഏതിൽ ക്യാൻസർ എന്നാ പറഞ്ഞ? മയോമെട്രിയമോ? മയോമെട്രിയം. അപ്പൊ എന്ന് വെച്ചാൽ യൂട്രസിലെ ക്യാൻസർ. യൂട്രസിലെ ക്യാൻസർ. ആർക്കെങ്കിലും ഇങ്ങനെ വന്നിട്ടാണോ ചോദിക്കുന്നത്? ഓ അതെ. ആർക്കാ? ചേച്ചിക്കായിരുന്നു. എന്ത് ക്യാൻസർ ആയിരുന്നു അതിൽ വന്നേ? അത് മയോമെട്രിയത്തിന് അത് ബ്ലീഡിംഗ് ആയിരുന്നു. ബ്ലീഡിംഗ് ആയിട്ട് യൂട്രസ് ഇപ്പൊ റിമൂവ് ചെയ്തതിന് ശേഷം DNC ചെയ്തതായിരുന്നു. DNC ചെയ്തപ്പോ ബയോപ്സി റിസൾട്ടില് പിന്നെ മയോമെട്രിയത്തിനാണ് ക്യാൻസർ കണ്ടത്. സർജറി ചെയ്തു. സർജറി ചെയ്തു. അപ്പൊ തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ റിമൂവ് ചെയ്തത്. അപ്പൊ അതിന്റെ പിന്നെ ഫ്ലൂയിഡും പിന്നെ ഇതെല്ലാം ബയോപ്സിക്ക് അയച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചികിത്സയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട, സർജറി വെച്ച് മാത്രം മാനേജ് ചെയ്യാൻ പറ്റി. മാത്രം റേഡിയേഷനോ കീമോ അങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പൊ എന്റെ ഡൗട്ട് എന്താ? MVR ക്യാൻസർ സെന്ററിനായിരുന്നു ചെയ്തിരുന്നത്. എന്താ അറിയേണ്ടത്? ഇപ്പോഴത്തെ സംശയം എന്താണെന്ന് പറയാമോ? ഇപ്പോഴത്തെ സംശയം അത് നമുക്ക് വേറെ ഏതെങ്കിലും അവയവത്തിന് വരാനുള്ള സാധ്യതയുണ്ടോ ബോഡിയിലോ അറിയാൻ വേണ്ടി. നമ്മൾ ഓൾവേസ് ഇപ്പോൾ ഫോളോ അപ്പ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഫോളോ അപ്പിനെ പറ്റി അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വേറെ ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. വേറെ ഇപ്പോൾ സെക്കൻഡ് ക്യാൻസേഴ്സ് പോലെ വരാൻ പറ്റും ബോഡിയിൽ. പക്ഷേ അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഈ ക്യാൻസർ നമ്മുടെ ബോഡിയിൽ തിരിച്ചു വരുന്ന റെക്കറൻസ് എന്ന് നമ്മൾ പറയുന്നത്, റെക്കറൻറ്റ് ആയോ ഇല്ലയോ അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി ഫോളോ അപ്പ് ഒക്കെ റെഗുലർ ഫോളോ അപ്പ്, ടൈംലി ഫോളോ അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യും, ക്ലിനിക്കലി ഇവാലുവേറ്റ് ചെയ്യും, പിന്നെ കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യും, സ്കാൻ ചെയ്ത് നോക്കാം, ചിലപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കാം. അത് വെച്ചിട്ട് നമ്മൾ അറിയാൻ പറ്റും എന്തെങ്കിലും. അപ്പം യൂഷ്വലി യൂട്രസിലെ ക്യാൻസർ ആകുമ്പോൾ നമ്മളുടെ ആ ഏരിയയിൽ തന്നെയാണ് തിരിച്ചെന്തെങ്കിലും വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ അവിടെ കുറച്ച് തിക്കനിങ് ഉണ്ടോ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ അസസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത് എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടോ. പിന്നെ ലങ്സ്, ബോൺ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, നമ്മളെ ലിവറിൽ ഇപ്പം വെയിറ്റ് ലോസ് എന്തെങ്കിലും ഉണ്ടോ, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ വിശപ്പ് കുറവ്, തലവേദന, ബോഡിയിൽ എവിടെയെങ്കിലും പെയിൻസ് ഉണ്ടോ, ആ സിംറ്റംസൊക്കെ. അത് ഇപ്പോൾ ഉടനെ വേറെ ഇഷ്യൂസ് ഒന്നും കാണേണ്ട കാര്യമില്ല. കാരണം ഒരു ഏർലി സ്റ്റേജിലായിരിക്കുമല്ലോ കണ്ടുപിടിച്ചത്. വേറെ ഫർദർ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട എന്നല്ലേ ഡോക്ടർ അഡ്വൈസ് ചെയ്തേ? ചെറിയൊരു പോയിന്റ് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റി. വെരി ഗുഡ്. അപ്പോൾ ഇപ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഗർഭാശയ ക്യാൻസറിനെ പറ്റിയായിരുന്നു. എങ്ങനെയാണ് ഗർഭാശയ ക്യാൻസറിൻ്റെ ഒരു രോഗനിർണയം ചെയ്യുന്നത്? അപ്പോൾ ഓൾറെഡി ഇപ്പം നമ്മൾ ലാസ്റ്റ് കോളർ പറഞ്ഞ പോലെ യൂഷ്വലി ഒരു യൂട്രൈൻ ക്യാൻസേഴ്സ് നമുക്കൊരു സ്റ്റേജ് 1 ക്യാൻസേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു സിംറ്റം ഉണ്ട്, ബ്ലീഡിംഗ് ആയിട്ടാണ് പേഷ്യൻസ് വരുന്നത്. അപ്പോൾ ഒത്തിരി സ്റ്റേജ് 1 തന്നെ ബ്ലീഡിംഗ് ഉണ്ടാവും. ഡെഫിനറ്റ്ലി എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ട്, എന്തെങ്കിലും ആ ടിഷ്യൂവിൽ അബ്നോർമാലിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ ഈ സിംറ്റംസ് വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ ക്യാൻസേഴ്സ് ബ്ലീഡിങ് വരണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഈ സിംറ്റമാറ്റിക് ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സാമിൻ ചെയ്യുമ്പോൾ ചിലവർക്ക് ചെക്കപ്പിന് വരുമ്പോഴായിരിക്കും നമ്മൾ സ്കാനിങ്ങിൽ അവിടെ ആ യൂട്രസിൻ്റെ ലൈനിങ് കുറച്ച് തിക്കായിട്ട് കാണുന്നത്, അതിനെ ബയോപ്സി ചെയ്യുമ്പോഴായിരിക്കും ക്യാൻസർ വരുന്നത്. ബട്ട് മോസ്റ്റ് ലൈക്ലി ബ്ലീഡിംഗ് ആയിട്ട് വരുന്നതാണ് പേഷ്യൻസിൻ്റെ പ്രോബ്ലം. സോ വൺസ് അവർ വരുമ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് അറിയേണ്ടത് ക്യാൻസർ യൂട്രസിൽ കൺഫൈൻഡ് ആണോ അതോ സ്പ്രെഡ് വേറെ ഏരിയാസിലോട്ട് പോയിട്ടുണ്ടോ ഇല്ല. ജനറലി നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഒരു MRI എടുക്കും, അബ്ഡോമൻ ആൻഡ് പെൽവിസ് കവർ ചെയ്യുന്ന രീതിയിൽ നോക്കിയിട്ട് നമ്മൾ നോക്കാൻ പറ്റും ക്യാൻസർ യൂട്രസിൻ്റെ പുറത്തായിട്ടുണ്ടോ, യൂട്രസിൻ്റെ താഴത്തെ ഭാഗം സെർവിക്സിനെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ, ലിംഫ് നോഡ്സ്, പെൽവിക് നോഡ്സിൽ പാരയോട്ടിക് എന്ന് വെച്ചാൽ കുറച്ച് നോഡ്സ് ഉണ്ട് നമ്മുടെ മെയിൻ ബ്ലഡ് വെസൽസിലോട്ട് പോകുന്ന ഏരിയ, ആ നോഡ്സ് ഇൻവോൾവ് ആണോ ഇല്ല. അപ്പോൾ ബേസിക് നമ്മൾ സർജറിക്ക് ഒരു ഡിസിഷൻ തരുന്ന ഒരു ഫാക്ടേഴ്സാണ് ഈ MRI ഒക്കെ. ആൻഡ് വൺസ് ഒരു MRI ഒക്കെ ചെയ്ത് നമുക്ക് പേഷ്യൻ്റെ സ്റ്റാറ്റസ് ഓക്കെ, നമുക്ക് ഓഫർ സർജറി ചെയ്യാൻ പറ്റും, പേഷ്യൻ്റ് ഇസ് ഫിറ്റ് ഫോർ സർജറി ആകുമ്പോൾ വി ഓഫർ സർജറി. യൂട്രൈൻ ക്യാൻസേഴ്സ് ആകുമ്പോൾ ജനറലി നമുക്കൊരു ലാപ്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഈ ഹോൾ സർജറി ആ രീതിയിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. യൂട്രസ്
ഓവറി യൂട്രസ് അണ്ടാശയം അതൊക്കെ നമ്മൾ മാറ്റും സ്റ്റാൻഡേർഡ്. പിന്നെ ബാക്കി സ്റ്റേജിങ് പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ നോഡ്സ്. ആൻഡ് പണ്ടത്തെ പോലെ നമ്മൾ നോഡ്സ് ഫുൾ എടുക്കേണ്ട കാര്യമില്ല, കാരണം അതിനായി കോംപ്ലിക്കേഷൻസ്, കാലിൽ നീര് വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെൻറ്റിനൽ നോഡ് ആയിരിക്കും നമ്മൾ യൂഷ്വലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. സം ഡൈസ് അവൈലബിൾ അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് അപ്ടേക്ക് വെച്ചിട്ട് നമുക്ക് ആ നോഡ്സ് കണ്ടുപിടിച്ച് ആ സെൻറ്റിനൽ നോഡ്, ആ അഫക്റ്റഡ് നോഡ് നോക്കിയിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. നെഗറ്റീവ് ആണെങ്കിൽ ലിംഫ് നോഡ് ഡിസെക്ഷൻ്റെ ആവശ്യം വരുന്നില്ല. പോസിറ്റീവ് നോഡ്സ് ആണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഫൈനൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ജനറലി ഒരു കൺഫൈൻഡ് ഡിസീസാണ്, ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരുന്നില്ല. ചിലപ്പോൾ റേഡിയേഷൻ മേ ഹാവ് ടു ബി ആഡഡ്. ഇപ്പോൾ ഗ്രേഡ് ഓഫ് ദ ട്യൂമറൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഹയർ ഗ്രേഡ് ട്യൂമറാണ്, സംടൈംസ് ലിംഫ് നോഡ്സ് ഇൻവോൾവ് ആണെങ്കിൽ റേഡിയേഷൻ ആഡ് ചെയ്യും ടു ദ ട്രീറ്റ്മെൻറ്റ്. ചില കേസസ് ലൈക്ക് വെരി റെയർ കേസസ് ലൈക്ക് ഒരു സിറസ് കൈൻഡ് ഓഫ് ക്യാൻസേഴ്സ് ഒക്കെ ആകുമ്പോൾ മേ ബി ഒരു കീമോതെറാപ്പിക്ക് ഒരു റോൾ മേ ബി ദെയർ. അപ്പോൾ ഇത്രയും നേരം സ്ത്രീകളിലെ അർബുദത്തെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ചർച്ചയിലൂടെ വീണ്ടും കാണാം.